ഓക്കെ, ഇനി അടുത്തത് പേടിത്തൊണ്ടൻ. ജാസിക്ക് ഏറ്റവും പേടി എന്താ? എല്ലാത്തിനും ഞാന് ഇടപെടുന്ന എന്തിനാ സീനൊക്കെയാണ് അല്ല അങ്ങനെ അല്ല അതന്നെ ഞാൻ പിന്നെ എന്തിനാ നമ്മൾ ഓരോ സിറ്റുവേഷൻ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാവും ദേഷ്യം പരിപാടിയും കാര്യങ്ങളും പിന്നെ നമ്മള് ഉള്ളിൽ ഒതുക്കി. പക്ഷെ എല്ലാം കൺട്രോൾ ചെയ്യാനും മറ്റേ ഗാർഡിയനെ പോലെ ആക്കുന്നത് മുനുവാണ്. മുനു ഉള്ളത് കൊണ്ടാണ് എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നത്. കൂട്ടത്തിൽ ഏറ്റവും ഡിസിപ്ലിൻ ഉള്ള മുനുവിനാണ്. കറക്റ്റ് അളവ് അനുസരിച്ച് നമ്മൾ ചെയ്യാന്ന് അറിയില്ലേ, ഇത്ര മതി അത് ആ രീതിയിൽ. ഓക്കെ, അടുത്തത് കൂട്ടത്തിലെ കാട്ടുകോഴി. എന്ന് പറയുമ്പോ മമ്മു കോഴിയാണ്. എല്ലാവരും ബ്യൂട്ടി അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഇങ്ങനല്ലോ അല്ല, ആരാ കോഴി ആരാ ശരിക്കും? കോഴി ആരാ? കോഴി ആരാഞ്ഞിരിക്കണല്ലേ അല്ല ഷമീറിനെ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോ ഷമീറിന് കുറവാണ്. ഷമീർ കുറച്ച് സിഗ്മ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി മിസോജിനിസ്റ്റിക് ആണ് ഇവൻ. ഇവൻ കുറച്ച് എന്താ പറയാ മിസോജിനി അറിയില്ലേ? സ്ത്രീവിരുദ്ധൻ. ഷമീറിന്റെ സംഭവം എന്ന് വെച്ചാല് എനിക്ക് അത് ഒരു പെണ്ണ് മെസ്സേജ് അയച്ച്, അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് പെണ്ണുങ്ങൾ എന്ത് സംഭവമാണെങ്കിലും ഇവനെ എതിർക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാൻ വേറൊരു പെണ്ണുമായിട്ട് കമ്പനി ആവാനോ അല്ലെങ്കിൽ പെണ്ണുങ്ങളായിട്ട് കൂടുതൽ അടുക്കാനോ ഒന്നിനും ഇവൻ സമ്മതിക്കൂല. ഇവനെല്ലാത്തിനും ഇങ്ങനെ ടങ്കോലായിട്ട് ഇങ്ങനെ നിൽക്കും. നല്ലതല്ലടാ അത് വേണ്ടാന്നുള്ളൊരു, അത് ഒരു കണക്കിന് ഷമീർ എന്നോട് നല്ലതാ ചെയ്യുന്നത്. പക്ഷെ അല്ല, എനിക്ക് നോക്കുമ്പോ നല്ലതല്ലാത്തത് ഞാൻ നല്ലതല്ലാന്ന് പറയും. പിന്നെ മോസ്റ്റ് കേസസ് നല്ലതല്ലാത്ത പിന്നെ വെറുതെ എന്തിനാ ആവേശം കൊടുത്ത് കുഴിച്ചടിക്കുന്ന? അങ്ങനെയല്ല, പക്ഷെ നല്ല ഇത് വരലുണ്ട്. നല്ല നല്ല അത് ഇവനിക്ക് മാത്രം നല്ലതായിട്ട് തോന്നുന്നത്. അല്ല 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 അങ്ങനെയൊന്നും അല്ല. സിംഗിൾ ആണോ? ആണ്. എന്ത് സത്യമായിട്ടും? പിന്നെ അല്ല, ചോദിച്ചതാണ്. ഞാൻ വിടൂല എന്തായാലും, ഞാൻ എന്തായാലും വിടൂല. അതുകൊണ്ട് പേടിക്കണ്ട. അങ്ങനെയൊന്നും പറയല്ല. ഓക്കെ, അടുത്തത് പകൽമാന്. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാ. നീ കണ്ടിട്ടുണ്ടാവും. ഉമ്മ സത്യം ഞാൻ കണ്ടിട്ടില്ല. ഉമ്മ സത്യം എനിക്ക് ഒരേ ഐഡിയയില്ല. ഞാൻ വെറുതെ പറഞ്ഞു നോക്കിയതാ. മുന് സംഭവം ഡിസിപ്ലിൻഡ് ആണ്, ആള് ക്ലീൻ ആണ്, എല്ലാം ഓക്കെ ആണ്. പക്ഷെ മുന് ഇപ്പൊ നമ്മളറിയാണ്ട് കുറച്ച് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. മുനുവിന്റെ ഫോണില് കോൾ ലിസ്റ്റ് നോക്കുമ്പോ ഒരു പെണ്ണിന്റെ നമ്പർ കണ്ടു നമ്മള്. കാരണം നമ്മളെ മുന്നിൽ ഇവൻ ഷമീറിനെ പോലെയാണ്, ഈ ഒരു സ്ത്രീവിരുദ്ധൻ മൈൻഡിലാണ് ഇവൻ. നമ്മളെ മുന്നില് ഇവരെ കാണിക്കുന്ന അങ്ങനെയാണ്. പക്ഷെ ഇവന് നമ്മളറിയാണ്ട് കുറച്ച് പരിപാടികൾ ഉണ്ടോ നമുക്ക് സംശയമുണ്ട്. തെളിയിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ ഒരിക്കലും പറയൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അടുത്തത് ലോക ദുരന്തം. ദുരന്തം വക്കീലായിരിക്കും അല്ലേ? ഞാൻ ഭയങ്കര സംസാരിക്കുന്നവരാണ് തൊപ്പിയെപ്പോഴും. എങ്ങനെ? ഞാൻ ഓവർ സംസാരിക്കുന്നു ഭയങ്കര. ഇപ്പൊ ഒന്ന് സംസാരിക്കുന്നത് അല്ലെങ്കിൽ വക്കീലിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ വക്കീല് കേറി വന്നു കഴിഞ്ഞാ ഇങ്ങനെ ചെയിൻ ആയിട്ട് പോകും. സംസാരിച്ച് എവിടെല്ലോ എത്തും. നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത വിഷയമായിരിക്കും. നമ്മളിങ്ങനെ അങ്ങനെ സെക്ഷൻ കോർട്ടില് മറ്റേ ഹൈക്കോർട്ടിലെ ജഡ്ജിന്റെ ഇപ്പുറത്തെ ഒരു വക്കീലുണ്ട്, വക്കീലിന്റെ 420 320 ഇങ്ങനെ പോകും. നിർത്താണ്ട് സംസാരിച്ചു പോകും. നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത വിഷയമായിരിക്കും, എന്നാലും ഇങ്ങനെ പറഞ്ഞു പോകും. അടുത്തത് ചളി വാരി എറിയുന്ന ആൾ. കൊറേ എനിക്കുണ്ടല്ലോ അല്ലേ, ഇതൊക്കെ ഇപ്പഴാ മനസ്സിലാക്കി. ഓക്കെ, കെയറിങ് ഏട്ടായി.
ഏട്ടായി എന്ന് പറഞ്ഞാൽ നമ്മളോടല്ലേ? നിങ്ങളോടാണോ? അല്ല, ഞാൻ മൊത്തത്തിലാ ഉദ്ദേശിച്ചത്. ഓവറോൾ ഗേൾസിനോടോ? ഗേൾസിനോടോ? അതുകൊണ്ടാവും. ഗേൾസ് നമ്മളെ കൂട്ടത്തിൽ ആർക്കും പെണ്ണില്ല, അപ്പൊ പിന്നെ ഗേൾസിനോട് കയറി ഏട്ടായി ആവേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അടുത്തത്. ആർക്കും ഉണ്ടാ? ഞാൻ മറന്നു. വക്കീല് സിംഗിൾ തന്നെയല്ലേ? സിംഗിൾ നമ്മളെല്ലാരും സിംഗിൾ. എല്ലാരും സിംഗിളാ? മെഹർ സിംഗിളാ? സിംഗിളാ. അതോളൊരിക്കും പറഞ്ഞല്ലോ മോനെ. അല്ല, ഞാൻ ഒന്നുകൂടി ചോദിച്ചത്. നീ കണ്ടു വരിക, നോക്കട്ടെ നിന്റെ കണ്ണ്. ഓക്കെ, അടുത്തത്. ഉറക്കപ്രാന്തൻ. എത്ര ഉറങ്ങിയാലും ഓന്റെ ഇത് ചെയ്യൂല. കറക്റ്റ് ആ ഡീപ്പ് സ്ലീപ്പ് കിട്ടണം എനിക്ക്. അത് എപ്പ കിട്ടും അതുവരെ. ഒരു കാര്യം പറയണതിന് ഇവിടെ കുഴപ്പമില്ലല്ലോ. ഇന്നലെ തൊപ്പിനെ വിളിച്ചില്ലായിരുന്നോ? അപ്പൊ തൊപ്പി പറഞ്ഞു ഞാൻ കുറച്ചേരം കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാനാണെങ്കിൽ ഓക്കെ, ഞാൻ വിചാരിച്ചു ഒരു 8 മണി 9 മണി ഒക്കെ ആവുമ്പോ വിളിക്കും. എന്നിട്ട് ഞാൻ ഉറങ്ങി ഒരു 2 മണിയോ 1:30-2 മണി എങ്ങാണ്ടായപ്പം തൊപ്പി വിളിച്ചേക്കാം. ഞാൻ ഉറങ്ങി എണീച്ചത് ആ സമയത്ത്. ഞാൻ ഉറങ്ങി എണീക്കുന്ന അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ പൊതുവെ എണീക്കാം. കാരണം ഒരു ഫുൾ ഡേ ഉറങ്ങി പിറ്റേ ദിവസം രാത്രി 11 കഴിഞ്ഞാൽ ഞാൻ എണീക്കാം. 1 മണി, പാതിരാത്രി 1 മണി 2 മണി ആകുമ്പോൾ ഞാൻ ഉറങ്ങി എണീക്കുക. എനിക്ക് ഉറക്കം ഭയങ്കര കൂടുതലാണ്. പ്രശ്നം സമയം കൂടുതൽ അങ്ങനെ പോകുന്നില്ല. ഉറങ്ങിയിട്ടാണ് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത്. ഓക്കെ ഓക്കെ, അടുത്തത്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരായിരിക്കും ആദ്യം കല്യാണം കഴിക്കാം? വക്കീല് വരാൻ പോകുന്ന അടുത്ത മാരേജ് വക്കീലിന്റെ. വക്കീല് പെണ്ണ് നോക്കുന്നുണ്ട്. വക്കീല് വീട്ടിൽ നല്ല പ്രഷർ ഉണ്ട്. പ്രിഫറൻസ് ഫ്രം കണ്ണൂർ. അങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മള് കഴിഞ്ഞ ദിവസം കണ്ണൂരേക്ക് ഒരു ട്രിപ്പ് പോയി. അങ്ങനെ വക്കീല് ഫസ്റ്റ് ടൈം ആണ് മലബാർ സൈഡിലേക്ക് വരുന്നല്ലേ? ഫസ്റ്റ് ടൈം അല്ലേ? അതെ. അപ്പൊ കണ്ണൂരുള്ള കൾച്ചർ ഇതെല്ലാം കണ്ടപ്പോ വക്കീല് ഭയങ്കര അവിടെ നിന്ന് വണ്ടി കയറിയപ്പോ ഒരു തീരുമാനം എടുത്ത് കല്യാണം കഴിക്കണമെങ്കിൽ കണ്ണൂരുള്ള പെണ്ണിനെ കല്യാണം. ഓക്കെ, അടുത്തത്. ഡേറ്റിംഗ് ആപ്പ് ഏറ്റവും യൂസ് ചെയ്യുന്ന ആൾ? ആരുമില്ല. ഞാൻ യൂസ് ചെയ്യും. ഞാൻ ലൈവില് യൂസ് ചെയ്യും. ലൈവില് ഞാൻ പല സാധനങ്ങൾ യൂസ് ചെയ്യും, പല കാര്യങ്ങളും ഞാൻ ചെയ്യും. പക്ഷെ അതൊന്നും എന്റെ റിയൽ ലൈഫിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളല്ല. ലൈവിൽ ഇങ്ങനെ ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഡേറ്റിംഗ് ആപ്സ് എടുത്ത് ഇങ്ങനെ അടുത്തടുത്ത് ഓരോ പെണ്ണിന് ലൈക്ക് അടിക്കും, ഓരോ പെണ്ണിനെ സ്വൈപ്പ് മറ്റേ ക്രോസ് ചെയ്യില്ല, തെറ്റടിക്കും, കുറെ ആൾക്കാർ ലൈക്ക് അടിക്കും. അങ്ങനെ ആരെങ്കിലും തലയിലാവാൻ നോക്കിയിട്ടുണ്ടാ? മീൻസ് ഞാൻ ലൈവിന്റെ സമയത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒരു പെണ്ണിന് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ലൈവിലാണ് ഞാൻ മെസ്സേജ് അയക്കാൻ തുടങ്ങുന്നതെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ ഞാൻ ലൈവിൽ മാത്രമേ ചെയ്യൂ. ലൈവ് അല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഓഫ് സ്ക്രീനിൽ ഞാൻ അവർക്ക് റിപ്ലൈ പോലും ആ മെസ്സേജ് പോലും തുറന്നു നോക്കൂല. മീൻസ് ഇൻസ്റ്റാഗ്രാമേ ഞാൻ തുറക്കൂല, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്ന ആപ്പാണോ ഏതാണോ സ്നാപ്പ് ആണെങ്കിൽ സ്നാപ്പേ ഞാൻ തുറക്കൂല. ലൈവിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. ലൈവിന്റെ ടൈം മാത്രമേ ഞാനത് ഓപ്പൺ ആക്കും. അപ്പൊ തലയിലാവാൻ ഞാൻ എല്ലാം പബ്ലിക്കിലെ ചെയ്യില്ല, അപ്പം തലയിലാവാൻ ചാൻസ് ഇല്ല. മനസ്സിലാവും. പക്ഷെ നമ്മൾ നമ്മുടെ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്. അല്ല, അത് നല്ലതാ. മീൻസ് നമ്മളെല്ലാ ഇതും ചാറ്റും ലൈവിൽ തന്നെ ചെയ്യുമ്പോൾ തലയിലാവുമ്പോ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമല്ലോ.